കഥയില്ലാതെയാണോ ഇൽമിന്റെ ആളുകൾ സംസാരിക്കുക? ചുരുക്കത്തിൽ ഈ സാമ്പിൾ ഞാൻ തന്നത് എന്റെ ക്ലാസിന്റെ ശൈലി ഇതാണ്. സലഫുസ് സാലിഹീങ്ങളായ ഏതെങ്കിലും ഒരു ഇമാമിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരക്ഷരം ഒരു ചിന്ത വരാൻ പാടില്ല ഒരു തസവൂഫിന്റെ അഹ്ലുകാരന്റെ ഭാഗത്തുനിന്ന്. അത് ബോധപൂർവം വരില്ല. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുങ്ങിയാലോ എന്തും വരുത്താം. പിന്നെ വലിയൊരു ആരോപണമാണ്, ഇമാം ഇബ്നു തൈമിയ്യയെ പറ്റി ബഹുമാനിച്ചിരിക്കുന്നു, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞിരിക്കുന്നു. വമ്പിച്ചൊച്ചപ്പാടല്ലേ? എന്നിട്ട് കളിയാക്കിക്കൊണ്ട് കുറെ അങ്ങ് പറഞ്ഞു പോയിരിക്കുന്നു. എത്രയാണ് പേരോട് ആ ഭാഗം പറഞ്ഞത്? ഇബ്നു തൈമിയ്യനെ ഇബ്നുൽ വഹാബിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിമിനെയും പേരോട് പറഞ്ഞ ആ ഭാഗം പേടിയാവും കേട്ടാൽ. സത്യത്തിൽ എന്താണ്? എന്റെ ആ പ്രസംഗം തീർത്ത് കേട്ടാൽ അറിയാം. സമയക്കുറവുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല. സലഫികളോട് തസവൂഫിനെ നിങ്ങൾ മൊത്തം എതിർക്കരുത്. തസവൂഫിനെ നല്ല വശങ്ങളെ, തസവൂഫിനെ അടിസ്ഥാനപരമായി ഇബ്നു തൈമിയ്യയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന ഭാഗം വിശദമായി ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് ആ ഭാഗം പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ മേഖല പറയാണ്. അതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഇമാമുകൾ, അവരെ പറ്റി ഞാൻ വളരെ മഹത്വത്തോടു കൂടി പറയുന്നുണ്ട്. തരീഖത്തിന്റെ അഹ്ലുകാരായ യഥാർത്ഥ മശായിഖുമാരായ ആളുകൾ അക്കൂട്ടത്തിൽ എമ്പാടും ഉണ്ട്. അവരെ പറ്റി റളിയല്ലാഹു അൻഹും എന്ന് ഞാൻ പറയും. തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹും എന്നല്ല, അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നും പറയും. ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞെടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ആദർശങ്ങളിൽ പിഴവുണ്ടെന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കണ്ണടച്ച് ആക്ഷേപിക്കരുത് എന്നും പറയുന്നുണ്ട്. ഇതല്ലേ ശരിയായ ശൈലി? ഇനിയിപ്പോ ഇബ്നു തൈമിയ്യയെ പറ്റി ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ സുന്നത്തി ജമാഅത്തും ഇസ്ലാം മതത്തിൽ പുറത്താക്കുകയാണോ? എന്നാൽ ആദ്യം പുറത്താക്കേണ്ടത് ആരെയാണെന്നറിയോ? ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ആലവി അൽ മാലിക്കി മഫാഹീം യജിബു അൻ തുസഹഹ, അദ്ദേഹത്തെ വഹാബിയാക്കിക്കോ. പക്ഷെ പറ്റൂല, അടിത്തറ ഇളകിപ്പോവും. മർക്കസിന്റെ ശീലയിട്ട് അദ്ദേഹം, ആ മഹാൻ എല്ലാ തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ വലിയ മഹാന്മാരെ പറ്റിയൊക്കെ ഖദ്ദസല്ലാഹു സിർറഹും പേരെടുത്തുകൊണ്ട് എത്ര ഗംഭീരമായി, എത്ര മനോഹരമായി, എത്ര ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ വലിയൊരു തഖ്രീർ. ആരത്? അൽ അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് അസീസുർ റഹ്മാൻ അൽ ഹൽഫാനി എന്ന് പറയുന്ന വലിയ ഒരു മഹാന്റെ തഖ്രീർ കൊടുത്തിരിക്കുകയാണ്. ഈ തഖ്രീർ കൊടുത്തു പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞതിന് മുഴുവൻ ഗ്രന്ഥകർത്താവായ മുഹമ്മദ് ആലവി അൽ മാലിക്കും അംഗീകരിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരുടെ പേരും സുമ്മൽ അമീറുൽ മുജാഹിദ് അൽ ഇമാമുൽ ആരിഫു ബില്ലാഹി അഷ്ശൈഖ് ഇംദാദുല്ലാഹ് അൽ ഫാറൂഖി അൽ മുഹാജിറുൽ മക്കി വറുഫഖാഉ റളിയല്ലാഹു അൻഹും എന്ന് ഞാൻ പറയും. ഞാൻ അവരെ കുറിച്ച് നേരിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എങ്ങനെയാണ്? തബ്ലീഗാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ച് അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി പറയാം. എല്ലാ വിഭാഗത്തിലും കുഴപ്പക്കാരുണ്ട്. തബ്ലീഗ് ജമാഅത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ വഹാബി സ്വാധീനമുണ്ട്. അതിൽ നിന്ന് അവരെ പതുക്കെ മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് കരുതി തബ്ലീഗിന്റെ പഴയകാല ഇമാമികൾ. അപ്പൊ അവർക്കൊക്കെ ഖദ്ദസല്ലാഹു റൂഹവും സിർറഹും, ഞാനല്ല, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി. എന്നിട്ട് വശംസൈനി അന്നയ്യിറൈനി ഹുജ്ജത്തുൽ ഇസ്ലാം അൽ ഇമാം മുഹമ്മദ് ഖാസിം നാനൂതവി വഖുതുബുൽ ഇർഷാദ് അൽ ഇമാം റഷീദ് അഹ്മദ് അൽ ഗംഗോഹി വഹകീമുൽ ഉമ്മ അൽ ഇമാം അഷ്ഷാഹ് അഷ്റഫ് അലി അത്താനവി അൽ ഫാറൂഖി വശൈഖുൽ ഇസ്ലാം അൽ ഇമാം സയ്യിദ് ഹുസൈൻ അഹ്മദ് അൽ മദനി അൽ ഹുസൈനി വഖുതുബുൽ അഖ്താബ് ബറകത്തുൽ അസ്ർ ഷൈഖുൽ ഹദീസ് അൽ ഇമാം മുഹമ്മദ് സക്കരിയ അൽ കാന്തഹ്ലവി ثم المهاجر المدني قدس الله سرهم. ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കിയുടെ കിതാബില് അവതാരികയിൽ ഉള്ളതാണ്. AP ഉസ്താദിന്റെയും എന്റെയും ഒക്കെ മശായിഖുമാരിൽപ്പെട്ട ആളാണ് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി. അദ്ദേഹത്തെ വഹാബിയാക്കാൻ പറ്റുമോ? ഇതൊക്കെ തബ്ലീഗ് ജമാഅത്തിന്റെ മഹാന്മാരായ ഇമാമുകളെ പറ്റി, നേതാക്കളെ പറ്റി ഖദ്ദസല്ലാഹു അർവാഹഹും എന്ന് എഴുതിയത് മഫാഹിമു യജിബു അൻ തുസഹഹ എന്ന കിതാബിലാണ്. അത് പരിഭാഷ എഴുതിയപ്പോൾ പലതും വിട്ടുകളഞ്ഞില്ല നിങ്ങൾ. പോകട്ടെ, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് അവതാരികയിലാണ് എന്ന് പറഞ്ഞ് ഉരുളാൻ പേരോട് ശ്രമിക്കണ്ട. അബദ്ധം ഇനിയും പറ്റണ്ട. മഹാനായ മാലിക്കി അദ്ദേഹത്തിന്റെ മശായിഖന്മാരുടെ കൂട്ടത്തിലാണ് ഇവരെ എഴുതിയത്. അൽ ഉഖ്ദുൽ ഫരീദ്, തന്റെ മശായിഖന്മാരുടെയും തന്റെ സനദിന്റെയും മഹാന്മാരായ ആളുകളുടെ പേര് മാത്രം വിവരിക്കുന്ന തന്റെ കിതാബിൽ ഇവരുടെ പേര് മുഴുവൻ കൊടുത്തിരിക്കുന്നു തന്റെ മശായിഖന്മാരുടെ പട്ടികയിൽ. അഷേഖ് മുഹമ്മദ് സക്കരിയ ബിൻ മുഹമ്മദ് യഹ്യൽ കാന്തഹ്ലവി, ഇതാരാണ്? തബ്ലീഗിന്റെ വലിയ ഇമാമാണ്. അതിന്റെ ശേഷം തന്റെ മശായിഖന്മാരുടെ പേരെന്താണ്? ഹദീസിന്റെ കിതാബ് ഉദ്ധരിച്ച വശൈഖ് മുഹമ്മദ് യൂസുഫ് ഇബ്നു മുഹമ്മദ് ഇല്യാസ് അൽ കാന്തഹ്ലവി അമീറു ജമാഅത്തി തബ്ലീഗ്. ഇത് ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. തബ്ലീഗിന്റെ ജമാഅത്തിന്റെ മഹാനുഭാവനായ നേതാവ്, സ്ഥാപകൻ, അത് എന്റെ ഷെയ്ഖാണ്
ഇത് മുഹമ്മദ് അലി അൽ മാലിക് എഴുതിയതാണ്. എന്നിട്ട് കക്കാടിനെ ഇതിന്റെ പേരിലല്ലേ ക്രൂശിക്കുന്നത്? ഇതൊക്കെ പൊതുജനം അറിയുമ്പോഴല്ലേ അത്ഭുതപ്പെടുക. അപ്പൊ ലോകം തിരിഞ്ഞത് പേരോടിന് മാത്രം, സുന്നി മുഴുവൻ പേരോടിന്റെ മാത്രം കയ്യിൽ. ഡോക്ടർ മുഹമ്മദ് അലി അൽ മാലിക്കിയെ വഹാബിയാക്കിയിട്ട് എങ്ങോട്ടാണ് സുഹൃത്തെ ഈ സുന്നി ഉണ്ടാക്കല്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ എ പി ഉസ്താദിന്? എ പി ഉസ്താദിന്റെ മശായിഖന്മാരിൽപ്പെട്ട ആളാണ് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലി അൽ മാലിക്കി. അദ്ദേഹത്തിന്റെ മശായിഖന്മാർ തബ്ലീഗ് ജമാഅത്തിന്റെ ഇമാമിങ്ങളാണ്, അവതാരികയിലല്ല. അൽ ഇഖ്ദുൽ ഫരീദ് ഇത് ഡോക്ടർ മുഹമ്മദ് അലി അൽ മാലിക്കി എഴുതിയതാണ്. ഇനി ഷെയ്ഖുൽ ഇസ്ലാം കേൾക്കണോ നിങ്ങൾക്ക് അതിന്റെ വിവരം? ഇസ്തിഗാസ ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാനാണ് ഈ കിതാബ് ഉണ്ടാക്കിയത്. ഈ കിതാബിലുടനീളം ഇബ്നു തൈമിയെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് എത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, കുറച്ചൊന്നുമല്ല, എത്രയോ സ്ഥലങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വമിൻ ഹുനാ കാന മൗഖിഫു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിൻ കറാമാത്തിൽ ഔലിയാഇ നഫ്സു മൗഖിഫിഹി ഫി ഖസായിസിൽ അംബിയാ. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പ്രസംഗത്തിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ വലിയ തമാശ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരോട് പറയുന്നുണ്ട്, അറിയാതെ പേരോട് പറഞ്ഞു പോവാണ്. അദ്ദേഹം ഇപ്പോ അൽ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നുൽ ഖയ്യിമിനെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയൊക്കെ വലിയ ഇമാമാക്കിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്ന് മാത്രം അവരൊക്കെ തരീഖത്തിന്റെ വലിയ വലിയ ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ കക്കാടിന് ഒരു അല്പം ചിന്താശക്തി ഉണ്ടെങ്കിൽ അയാളുടെ കേസറ്റ് അയാൾ കേട്ടുനോക്കിയാൽ മതി. ഈ ഇസ്തിഗാസനെ എതിർത്ത ആളുകളെ ഇമാമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ അപകടം ചെയ്യുന്നതാണ്. ഇമാം എന്നാ തുടരപ്പെടേണ്ട ആളാണ് അവർ. കക്കാടിന് അല്പം ചിന്താശക്തി ഇല്ല, ശരിയാണ്. ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലി അൽ മാലിക്കും അല്പം ചിന്താശക്തി ഇല്ല. പേരോടിന് എല്ലാ ശക്തിയും ഉണ്ട്. ഉണ്ടാവട്ടെ, ഇരിക്കട്ടെ ആ ചിന്ത. അത് പക്ഷെ നിലനിൽക്കാൻ ശ്രമിക്കണം എന്നേ പറയുന്നുള്ളൂ മോനെ. ശ്രദ്ധിക്കണം. ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ മഫാഹിം എന്ന ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഇബ്നു തൈമിയെ പറ്റി എഴുതുന്നത് ഇസ്തിഗാസയെ സ്ഥിരീകരിക്കാൻ വേണ്ടി എഴുതിയ ഈ കിതാബിലാണ്. ഇമാം എന്നാൽ തുടരപ്പെടുന്ന ആളാണ് എന്നല്ലേ, ഇസ്ലാമിന് അപകടം ചെയ്യൂലേ അങ്ങനെ പറഞ്ഞാൽ? ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലി അൽ മാലിക്കിയെ ഒരിക്കലെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ, എന്തേ പറഞ്ഞു കൊടുക്കാതിരുന്നു പ്രിയപ്പെട്ടവർ? ഇനി ഡോക്ടർ മുഹമ്മദ് അലി അൽ മാലിക്കി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? റഹിമഹുല്ലാഹ്. മർക്കസിന് ശിലയിട്ട എ പി ഉസ്താദിന്റെ ഷെയ്ഖായ എന്റെയും ഷെയ്ഖാണ് അവര്, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലി അൽ മാലിക്കി. അദ്ദേഹത്തിന്റെ കിതാബിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാ? വലി ഷെയ്ഖി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മൗഖിഫുൻ അളീമുൻ വറഇയ്യുൻ ഹകീമുൻ ഫീ ഹാദൽ ബാബ്. എന്നിട്ട് വഹാ ഹുവ ഇമാമു തൗഹീദി വറഅസുൽ മുവഹിദീൻ യഖൂലു കലിമതഹു السديدة بحكمته الرشيدة التي بسببها انتشرت دعوته بين الأنام واشتهرت طريقته عند الخاص والعام. استمع إلى قوله رحمه الله. എടുത്തു ധരിച്ചിരിക്കുകയാണ്.